സർ, കൈവിട്ട കേസിൽ ഇപ്പോൾ NIA അന്വേഷണം പോകുന്നത് PFIയിലേക്കാണ് എന്നുള്ളതാണ്. അതായത് പ്രതിയായിട്ടുള്ള സവാദിന് ആരൊക്കെയാണ് സംരക്ഷണം നൽകിയത്, എവിടെയൊക്കെയാണ് ഇയാൾ ഒളിവിൽ താമസിച്ചത് എന്നുള്ള അന്വേഷണമാണ് പോകുന്നത്. ഇത്രയും നാളായി, അതായത് 14 വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിനെ 2024 പിടികൂടുന്നത്. സവാദിനെ മാത്രമാണ് പിടികിട്ടാൻ ഇത്രത്തോളം താമസിച്ചിട്ടതുമുള്ളൂ. പക്ഷേ അവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയും നാളെടുത്തിട്ടും PFIയിലേക്ക് അന്വേഷണം പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു മെല്ലെപ്പോക്ക് NIAയുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഈ ജോസഫ് മാഷുടെ കൈവെട്ടുന്ന പ്രശ്നം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലർട്ടായൊരു വിഷയമാണ്. എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യപേപ്പറിൽ അദ്ദേഹം ഉയർത്തി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ചോദ്യം തെറ്റായി ധരിച്ച് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിച്ചു. കേരളത്തിൽ ഇത്രയും നിഷ്ഠൂരമായി എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാത്ത വിഷയത്തിൽ തെറ്റായ പ്രചരണം നടത്തി ഒരു വ്യക്തിക്കെതിരെ ആസൂത്രിതമായി ശാരീരിക ആക്രമണം നടക്കുന്നത് ജോസഫ് മാഷിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജ് അധികൃതരും അദ്ദേഹം ജീവിക്കുന്ന സമൂഹവും ഒക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരാകരിക്കുകയോ അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് പറയുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് കാലം തെളിയിക്കുന്നത് ഈ അക്രമം നടത്തിയ ആളുകൾ വളരെ സംഘടിതമായി ഗൂഢശ്രമത്തിൻ്റെ ഫലമായി ആസൂത്രണം നടത്തി അദ്ദേഹത്തിൻ്റെ കൈവെട്ടുന്ന നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് അന്വേഷിച്ചു, പിന്നീട് നിരവധി അന്വേഷണങ്ങൾ അതിനെ തുടർന്ന് നടന്നു. അത് NIAക്ക് കൈമാറുന്നത് ഇതിൽ തീവ്രവാദ ബന്ധമുള്ള UAPA ചുമത്തുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇത് NIA അന്വേഷിക്കുമെന്ന നടപടികളിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നിരവധി പ്രതികൾ പല ഘട്ടങ്ങളിലായി രാജ്യത്തിനകത്തും പുറത്തും സ്ഥലം വിട്ടു പോവുകയും ഒളിവിൽ കഴിയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പലരെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ വിചാരണകൾ പോലും നടക്കുന്ന സാഹചര്യമുണ്ടായത്. അത് NIA മെല്ലെപ്പോക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ രാജ്യത്ത് ആ തരത്തിലൊരു അക്രമം നടത്തിയിട്ടുള്ള സംഘത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഗോപ്യമായി സംരക്ഷണം നൽകാൻ കഴിയുന്ന സംവിധാനം സുശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എത്രയും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും പോലീസ് അന്വേഷണം നടന്നിട്ടും ശക്തമായ ഇൻ്റലിജൻസ് അന്വേഷണങ്ങളെല്ലാം നടന്നിട്ടും ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കുഴപ്പക്കാരാണെന്ന് കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗമോ വലിയ സംവിധാനമോ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ഒരു പ്രതിയെ ഒളിപ്പിക്കാൻ കഴിയുക, ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബത്തിന് പോലും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് ഇന്നയാളായിരുന്നു, ഇന്ന കേസിലെ പ്രതിയായിരുന്നു, ഇന്ന കുറ്റം ചാർത്തപ്പെട്ടയാളായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാനും കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അത് ഒളിപ്പിക്കാനും കഴിയുന്ന ഒരു പാരലൽ സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ NIA അന്വേഷിക്കാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള സംരക്ഷണമൊരുക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറ്റകൃത്യം ചെയ്തതിന് ശേഷം സംരക്ഷണം ഒരുക്കുകയോ അവരെ സംരക്ഷിച്ച് നിർത്തുകയോ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക, ആ സംവിധാനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെയും ഈ തരത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിൽ പെട്ടിട്ടുള്ള നിരവധി ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്, കാലങ്ങളോളം റിമാൻഡിൽ പോയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ കൂടെയുള്ള ആളുകളെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ പലപ്പോഴും സമയമെടുത്തിട്ടാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒന്നുകിൽ ഈ പ്രതികൾ രാജ്യം വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി, തിരിച്ചു വരുന്ന സമയത്താണ് പലരും പോലീസിൻ്റെ വലയത്തിലാകുന്നതും ഒക്കെ നടപടികളുടെ ഭാഗമായി നിയമത്തിൻ്റെ മുൻപിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 55ാമത്തെ പ്രതിയായിട്ടാണ് ശ്രീ സവാദ് അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള 55ാമത്തെ പ്രതിയാണ്. ഇയാളെ കണ്ടുകിട്ടാൻ 14 വർഷമെടുത്തു എന്നുള്ളതാണ്. ഈ 14 വർഷം ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, കേരളത്തിന് പുറത്തു പോയിരുന്നോ, ഇനി കേരളത്തിലുണ്ടെങ്കിൽ തന്നെ ഇയാൾക്ക് ഏത് സംരക്ഷണം കിട്ടി, ഇതൊക്കെ NIA കഴിഞ്ഞ കുറേ കാലങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിൻ്റെ കണ്ണികൾ എവിടെ മുറിക്കപ്പെടുന്നു? ഈ ഈ തീവ്രവാദ സ്വഭാവമുള്ള കേസുകളിലെ കണ്ണികൾ എവിടെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്, എവിടെയാണ് മുറിക്കപ്പെടുന്നത്? ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുക, മറ്റൊന്ന് കണ്ണി അകലുന്നതോടുകൂടി അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാകുന്നതോടുകൂടി അന്വേഷണം തന്നെ വഴിമുട്ടുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഈ രണ്ട് ഘട്ടത്തെയും തരണം ചെയ്തുകൊണ്ട് വേണം അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ. കാലതാമസമുണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വളരെ പ്ലാൻഡായി വിദേശ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായത്, അതിൻ്റെ ഫണ്ടിങ് നടന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നല്ല, കേരളത്തിന് പുറത്തു നിന്നാണ് എന്നുള്ളതാണ്. അത് NIA പുറത്ത് കൊണ്ടുവന്നു. ആ ഫണ്ടിങ് നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, അതിനുവേണ്ടി പണം മുടക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, സഹായം ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയും പ്രതികളെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും കാലം കേസ് നടത്തുന്നതിനും നടപടികൾ നടത്തുന്നതിനും അവരുടെ വീട്ടിലേക്ക് ചെലവിൽ കൊടുക്കുന്നതിനും അവരുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊക്കെ എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ NIA പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കുറ്റവാളികളെ, ഉത്തരവാദിത്തപ്പെട്ടവരെ, അങ്ങനെയുള്ള പ്രതികൾക്ക് സംരക്ഷണമോ പ്രതികൾക്ക് ഒത്താശയോ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ ചെയ്തിട്ടുള്ള ആളുകളെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സർ, ഇതുപോലെ തന്നെ PFIയിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതാണ്. ഇത് തുടക്കം മുതലേ പറയുന്നതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് PFI ആയിരുന്നു എന്നുള്ളത്. കുറെ നേതാക്കളെ പിടിച്ച് അകത്തിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ PFIയിലേക്കാണ് അന്വേഷണം, PFI ആണ് സവാദിന് സംരക്ഷണം നൽകിയത് എന്നൊക്കെയുള്ള രീതിയിലേക്കാണല്ലോ നെറേറ്റീവ് വരുന്നത്. ഇത് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന കാര്യമല്ലല്ലോ. PFI എന്നിട്ട് നിരോധിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു നിരോധനം നീങ്ങാനുള്ള സമയമായിട്ടുണ്ടെന്ന് കൂടിയാണ് തോന്നുന്നത്. അതിൻ്റെ കാലയളവ് എന്നതിനേക്കാൾ അപ്പുറത്ത്, അല്ലെങ്കിൽ നിരോധനം നീക്കുമോ നിരോധനം തുടരുമോ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അതൊരു സംഘടനയെ സംബന്ധിച്ച് നിരോധിക്കപ്പെട്ടിട്ടുള്ള പല സംഘടനകളും, ഈ തരത്തിൽ നേരത്തെയും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ, അതൊരു ഘട്ടത്തിൽ മാത്രമല്ല മറ്റ് പല ഘട്ടങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ, അവരെല്ലാം ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പേര് മാത്രമേ മാറുന്നുള്ളൂ. ഘടനയ്ക്ക് മാറ്റം വരുന്നില്ല, പ്രവർത്തന രീതിക്ക് മാറ്റം വരുന്നില്ല, ഇടപെടുന്ന വിഷയങ്ങളിൽ മാറ്റം വരുന്നില്ല, അവരെടുക്കുന്ന നിലപാടുകളിൽ മാറ്റം വരുന്നില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ മാറ്റം വരുന്നില്ല. അവരെടുക്കുന്ന ഒരു സാമൂഹികമായി എങ്ങനെയാണോ സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ, കലാപങ്ങൾ സൃഷ്ടിക്കാൻ, തർക്കങ്ങൾ ഉണ്ടാക്കാൻ, ആളുകൾക്കെതിരെ പ്രവർത്തിക്കാൻ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സംഘടനകളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തെ കണ്ടെത്തി അതിൻ്റെ അലകും പിടിയും കണ്ടെത്തി ഒഴിവാക്കുക എന്നുള്ളത് ഒരു സുരക്ഷിതമായിട്ടുള്ള മേഖല ജനങ്ങൾക്ക് ഒരുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. ഉദാഹരണത്തിന് PFIയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ, ഈ കേസിൻ്റെ തുടക്കം മുതൽ PFIയുടെ ബന്ധം ആരോപിക്കപ്പെടുകയല്ല, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്, കുറ്റം ചേർക്കുന്നതിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളുടെ സംഘടനാ ബന്ധത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അതിലെല്ലാം PFI വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു വിഷയമല്ല. ജോസഫ് മാഷുടേത് ഈ തരത്തിൽ സമൂഹത്തിൽ മരണപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ മരണത്തിന് തുല്യമാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തകർത്ത് ഒരു പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് വാട്സപ്പ് ഹർത്താലാണ്. ഈ വാട്സപ്പ് ഹർത്താലുകളും കേരളത്തിൽ തെറ്റായൊരു പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു നടപടിയാണ്. അത് വളരെ പെട്ടെന്നാണ് കേരളത്തിൽ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുകയും വാട്സപ്പിലൂടെ ഒരു ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ ആളില്ല, ആര് ചെയ്തു എന്നില്ല, എന്തിനു വേണ്ടി ചെയ്തു എന്നില്ല. അപ്പോൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് ഒരു വാട്സപ്പിലൂടെ ആഹ്വാനം ചെയ്താൽ ഒരു ഹർത്താലോ കലാപമോ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഒരു സിസ്റ്റത്തെ മാറ്റുകയാണ്. അപ്പോൾ ഇതെവിടെ നിന്നാണ് സംഭവിക്കുന്നത്? ഇത് സമൂഹത്തെ അലർട്ട് ചെയ്യുന്നൊരു വിഷയമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജോസഫ് മാഷുടെ കൈവെട്ടുന്ന വിഷയത്തിലുമൊക്കെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് തെറ്റായൊരു പ്രചരണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലാപത്തിലേക്കോ ഒരു തർക്കത്തിലേക്കോ ഒരു ആളുടെ മരണത്തിലേക്കോ നയിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ, അതൊരു തീവ്രവാദ സ്വഭാവമുള്ള നടപടിയാണ് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും അത് PFI ആണെന്ന് മാത്രമല്ല മറ്റേത് സംഘടനയാണെങ്കിലും അവർ നടത്തിയിട്ടുള്ള ആ തെറ്റായ പ്രവർത്തനത്തെ
അതിനുവേണ്ടി നടന്നിട്ടുള്ള പ്രചരണത്തെ, അതിനുവേണ്ടി നടന്നിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകളെ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം അതിനൊരു പ്രശ്നമല്ല. കാരണം കാലഘട്ടത്തിനനുസരിച്ച് കുറ്റവാളികൾ അവരുടെ നയം മാറ്റുന്നത് പോലെ തന്നെ, എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ മാറ്റം വരുന്ന പോലെ തന്നെ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതിന് എടുക്കുന്ന കാലതാമസം സ്വാഭാവികമായും അതിൻ്റെ സങ്കീർണതകൾ കൂടി ഉൾപ്പെട്ടതാണ്. ഈ തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിൻ്റെ കണ്ണികൾ അത് കൂട്ടിയിണക്കുക, അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ചില ഘട്ടങ്ങളിൽ വർഷങ്ങൾ തന്നെ എടുക്കും. ഇവിടെ അതാ സംഭവിച്ചിട്ടുള്ളത്. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ട യഥാർത്ഥ കുറ്റവാളികൾ പലപ്പോഴും കാണാമറയത്തിരിക്കുകയോ അതല്ലെങ്കിൽ അവർ രാജ്യം വിട്ടു പോവുകയോ അവർ മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് NIA പതുക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവന്ന് നിയമത്തിൻ്റെ ഭാഗമാക്കി ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ പ്രസക്തിയല്ല പ്രശ്നം, അന്വേഷണത്തിൻ്റെ കാലതാമസവും അല്ല പ്രശ്നം. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ അത് കേരള സമൂഹത്തെ ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും കേരളത്തിൽ ഒരർത്ഥത്തിൽ വലിയൊരു കലാപത്തിന് സാധ്യത ഉണ്ടാകുമായിരുന്ന ഒരു വിഷയവുമായി കൂട്ടിച്ചേർത്ത് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.